നമസ്കാരം. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂഡ് സ്വിങ്സ് വരുന്നുണ്ടോ? അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, ഭയങ്കര സ്ട്രെസ്ഫുള്ളാവുക, ഡിപ്രഷൻ ഉണ്ടാവുക, വളരാത്ത ആൻസൈറ്റി ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള തോന്നലുകളുണ്ടോ? കൂടെ തന്നെ നിങ്ങളുടെ മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ടോ? ശരീരത്തിൽ ജോയിൻറ്റിനൊക്കെ വേദന, സ്കിന്നൊക്കെ വല്ലാതെ ഡ്രൈ ആവുക, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടോ? ക്ഷീണം, വല്ലാത്ത ക്ഷീണം ഒക്കെ എങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങളുടെ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുക. ഹൈപ്പോതൈറോയിഡിസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത്തരം സിംറ്റംസ് വരാൻ ചാൻസ് ഉണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന ടെസ്റ്റാണ് വൈറ്റമിൻ ഡിയുടെ അളവ് നോക്കുക. ശരിക്കും വൈറ്റമിൻ ഡി കോളികാൽസിഫെറോൾ എന്ന് പറയുന്ന ആ വൈറ്റമിൻ അതൊരു ഹോർമോൺ കൂടെയാണ്. അതായത് അത് നമ്മുടെ ശരീരത്തിൽ സൺലൈറ്റ് വീഴുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സ്കിന്നിൽ നിന്നും ഉണ്ടാക്കുന്ന, തൊലിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്, അല്ലെങ്കിൽ ഒരു വൈറ്റമിനാണ്. പക്ഷേ നമ്മൾ ആരും ഇപ്പോൾ സൺലൈറ്റിൽ അല്ലെങ്കിൽ വെയിലത്ത് നമ്മൾ ഇറങ്ങാറില്ല, അല്ലേ? നമ്മളെപ്പോഴും ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിനകത്തോ ആയിരിക്കും. ഇനി വെയിലത്തിറങ്ങിയാലോ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇറങ്ങുക. അപ്പോൾ ഈ വെയിലത്ത് ജോലി ചെയ്യുന്ന ലേബറേഴ്സ്, തൊഴിലാളികൾ ഒഴിച്ച് ആർക്കും വൈറ്റമിൻ ഡി കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ വ്യതിയാനം അല്ലെങ്കിൽ അതിൻ്റെ കുറവ് കാരണം ഞാൻ ആദ്യം പറഞ്ഞ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളൊരു വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുക. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കഴിക്കുക. മാത്രമല്ല, പല പാലുൽപ്പന്നങ്ങളിലും അതുപോലെ തന്നെ മുട്ടയിലുമൊക്കെ വൈറ്റമിൻ ഡി നന്നായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വളരെ കുറവാണെങ്കിൽ അതുകൊണ്ടൊന്നും പെട്ടെന്ന് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ സപ്ലിമെൻറ്റ് കഴിക്കേണ്ടതായിട്ട് തന്നെ വരും. പിന്നീട് നമുക്ക് നമ്മുടെ ഫുഡിലൂടെ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇനി എന്താണ് ഈ വൈറ്റമിൻ ഡിയുടെ ഫങ്ഷൻ? അതിൻ്റെ പ്രധാനമായിട്ടുള്ള കർമ്മം എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കാൽസ്യമുണ്ട്. കാൽസ്യമാണല്ലോ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാരണമായത്. ആ കാൽസ്യം ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാനീ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റും ചെയ്യുക. ഓക്കെ.